ഹലോ ഗൈസ്, ഇന്നൊരു വാട്ട് ഈറ്റിൻ്റെ ഡേ ആയാലോ. കുറേ ആയില്ലേ വാട്ട് ഈറ്റിൻ്റെ ഡേ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് വെക്കും, മടിയായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ മോർണിംഗിന് ചപ്പാത്തിയും തേങ്ങാപ്പാലും ആയിരുന്നു. പിന്നെ ഇത് പോലത്തൊരു പൈനാപ്പിൾ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫ്രൈയിൻ്റെ കൂടെ സവാള ഇരിക്കുന്നത് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, ഇവിടെ എല്ലാവരും കഴിക്കും. അപ്പോൾ പിന്നെ ഞാനെടുത്തിട്ടു കുറച്ച് സവാള, പിന്നെ കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ ഇതുപോലെയുള്ള ചിക്കൻ കറി നിങ്ങൾ കഴിക്കാറുണ്ടോ? ഇവിടെ ഇങ്ങനെ കഴിക്കൂ കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും ഇതുപോലെ ചോറിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടാവില്ല. അങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ പിന്നെ ഈ ചോക്ലേറ്റും പേടയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ എന്നോട് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവൻ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സർപ്രൈസായിട്ട് അവനക്കത് വണ്ടിയിലെടുത്ത് വെച്ച് ഞാൻ അവനെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളവിടെ നിന്ന് ഉണ്ണിയപ്പാണോ എന്താ ഞാൻ കൊടുക്കുന്നതെന്ന് പോലും കണ്ടിട്ട് നോക്കുന്നില്ലായിരുന്നു. അവൻ ആ കറൻറ്റ് സിറ്റുവേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ തന്നെ അവിടെ നിന്ന് അത് ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം നമ്മളെപ്പോഴും പോകുന്ന കേട്ടോ ഈ ചേട്ടന്മാരുടെ അടുത്ത് ചീനവലയിൽ നിന്ന് മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അപ്പോൾ പിടിച്ചിട്ടുള്ള ഫ്രഷ് മീനായിരിക്കും. അപ്പോൾ അത് കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് പോയി കുറേ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അവർ പിടിക്കുന്നതൊക്കെ നോക്കിയിരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചീനവല ഓൺ ചെയ്യുന്നത് ഈ കുട്ടി പണിക്കാരനായിരുന്നു കേട്ടോ. അവനക്ക് ഇങ്ങനത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കളിക്കെല്ലാം നിൽക്കാൻ ഈ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാത്രി വന്നിട്ട് നമ്മളൊരു ഈവനിങ് 7 മണിയൊക്കെ ആയപ്പോൾ എത്തി. പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ബിരിയാണി തിന്നാനൊരു പൂതി, അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. അത്ര തന്നെ. അപ്പോൾ ഇനി നാളെ കാണാം.